ഹലോ, പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവേണ്. അപ്പോൾ അത് 1 കിലോ കപ്പ അടുത്ത് വരത്തുള്ളൂ. അപ്പോൾ കപ്പ വേഗത്തില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു കുക്കറിനകത്തോട്ടാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ കപ്പ വേകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കാം. ഇതൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളിയല്ല. 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊണ്ടുവരാം. എൻ്റെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്, ഹലോ കൂട്ടുകാരെ, കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളത് ഉടച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള, പച്ചമുളക് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഉടയ്ക്കാം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. വേകാത്ത കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് അതിനെ ഒന്ന് വേവിച്ച് നന്നായിട്ട് എടുത്താൽ മതി. ഇത് പീസായിട്ട് കിടക്കണ്ട, നന്നായി ഉടഞ്ഞു ചേരണം. ഇനി നമുക്കതിലേക്ക് ഇതിന് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലാണ്. ഇത്തിരി ഗ്യാസ് കൂട്ടി വയ്ക്കാം. തൊട്ടിപ്പുറത്തോട്ട് നമുക്ക് ഉള്ളിയും മുളകും എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടുക് വറുത്ത് നമുക്കതിലേക്കൊന്ന് താളിക്കാം. നന്നായി കുറുകി വരുന്നുണ്ട്. തേങ്ങാപ്പാലിൽ തന്നെ ആയിരിക്കണം ഇത് ചെയ്യാനുള്ളത്, എങ്കിലേ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നന്നായി കുറുകയും വേണം. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അധികം എണ്ണ വേണ്ട, അധികം ഒരുപാട് ചേർക്കുമ്പോഴത്തേക്ക് നിറം മാറും. ഇപ്പോൾ നമ്മുടെ മുളകെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടു എന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഹായ്, ഹലോ എല്ലാവരും വരിക. എൻ്റെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്, പക്ഷേ അപാര രുചി. അതുപോലെ മുളകും ചെറിയ ഉള്ളിയും കൂടെ എണ്ണ മൂപ്പിച്ച് ആ എണ്ണയ്ക്കകത്ത് ഇട്ട് മൂത്ത് ചെറുതായിട്ടൊന്ന് ഉള്ളി വാടി മുളക് നന്നായിട്ട് മൂത്ത് അതിന് ഉപ്പും പുളിയും കൂടെ ചേർത്ത് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്കിത് നോക്കാം. എല്ലാവരും വാ, നമുക്ക് ഇങ്ങനെ വെച്ച് ഒരു പിടി പിടിക്കാം. വാവ്, സൂപ്പർ സൂപ്പർ. മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നോക്കാം. നല്ല അടിപൊളി അടിപൊളി. മുളക് വറുത്തിട്ടതാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കുക. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.